അൻവറിനെ പിന്തുണച്ച ജെഡിഎസ് നേതാവായ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ടിഎംസിയിൽ ചേർന്നു. ജെഡിഎസ് ദേശീയ കൌൺസിൽ അംഗം ഇസ്മായിൽ എരഞ്ഞിക്കലാണ് ടിഎംസിയിൽ ചേർന്നത്. 500 പ്രവർത്തകരും തനിക്കൊപ്പം ഉണ്ടെന്ന് ഇസ്മായിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 75,000 വോട്ട് പിടിക്കുമെന്ന് പി.വി. അൻവർ ആവർത്തിച്ചു. പി.വി. അൻവർ ഉയർത്തിയ വിഷയങ്ങളെ പിന്തുണച്ചാണ് താൻ ടിഎംസിയിൽ ചേരുന്നതെന്ന് ജെഡിഎസ് ദേശീയ കൌൺസിൽ അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ പറയുന്നു. അൻവർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായും പി.വി. അൻവറിന് പിന്തുണയെടുത്തുകൊണ്ട് തൃണമൂലിൽ ലയിച്ചുകൊണ്ട് തന്നെ മുന്നേറാമെന്നൊരു തീരുമാനത്തിലാണ് നിയോജക മണ്ഡല കമ്മിറ്റി ഈ തീരുമാനമെടുത്തത്. ജെഡിഎസ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 500ഓളം പേരാണ് ടിഎംസിയിൽ എത്തുന്നതെന്നും ഇസ്മായിൽ അവകാശപ്പെടുന്നു. സംസ്ഥാന ഘടകമല്ല, നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകർ, നമുക്ക് നിയോജകമണ്ഡലം പറയാൻ പറ്റുള്ളൂ. ഏകദേശം 500ഓളം പ്രവർത്തകരുണ്ട് നിയോജകമണ്ഡലം കമ്മിറ്റികളായിട്ട് തൃണമൂലിലേക്ക് വരും. പാർട്ടിയിൽ ചേർന്നവരെ പി.വി. അൻവർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ജനകീയ അടിത്തറ വിപുലമാക്കിയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും കൊട്ടിഘോഷിച്ച പ്രചാരണം ആവശ്യമില്ലെന്നും അൻവർ. സ്ഥാനാർത്ഥി ഇവിടെ ജനങ്ങളാണല്ലോ, അപ്പോൾ ഞാൻ വലിയ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പം അതിന് അധികം സമയം ഞാൻ വ്യക്തിപരമായി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കുറഞ്ഞത് 75,000 വോട്ട് പിടിക്കുമെന്നും അവകാശവാദം. വലിയ വോട്ടിന് അതൊരു പക്ഷേ 1 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥനയുമായി പി.വി. അൻവർ രംഗത്തെത്തി. സ്വന്തം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പി.വി. അൻവറിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരണം. മീഡിയ 1 നിലമ്പൂർ.